നമസ്കാരം. മുൻപില്ലാത്ത വിധം LDF-ലും CPM-ലും പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുകയാണ്. അതിന്റെ കേന്ദ്ര ബിന്ദുക്കളാകട്ടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും. തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ തോൽവിക്ക് ശേഷം ഇതുവരെ ഒറ്റവട്ടമാണ് LDF യോഗം ചേർന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിൽ ഒറ്റത്തവണ പോലും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല. ഒരൊറ്റ കാരണം, പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിൽ നിലനിൽക്കുന്ന ശീതയുദ്ധം. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അവസാനം ഒരു വിട്ടുവീഴ്ച പ്രതീക്ഷിച്ച CPI-ക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു ഇന്നലെ പിണറായി വിജയൻ. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്ന അധിക്ഷേപത്തെ പരസ്യമായി തന്നെ ഇന്ന് ചോദ്യം ചെയ്തു CPI. ഇത് പാർട്ടിയുടെ നിലപാടാണോ എന്ന് CPI ചോദിക്കുമ്പോൾ പിണറായിയുടെ പിടിവാശിയാണോ എന്നൊരു ചോദ്യം കൂടി കൂട്ടത്തിൽ ഉയരുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർക്ക് തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാമെന്ന MV ജയരാജന്റെ പ്രസ്താവനയെ ഓരോരുത്തർ ഓരോ ചാനലിൽ പോയി പറഞ്ഞതെന്ന് തള്ളിക്കളയുന്ന പാർട്ടി സെക്രട്ടറിയും സമാനമായൊരു കാർക്കശ്യമാണ് കാണിക്കുന്നത്. ചെയ്ത തെറ്റ് എന്തെന്ന് പുറത്തുപോയവർ ചോദിക്കുമ്പോൾ വർഗവ്യഞ്ജന എന്ന് മാത്രമേ പറയാനാവുന്നുള്ളൂ സെക്രട്ടറിക്കും പാർട്ടിക്കും. ഈ വിവാദ ചുഴിയിൽ നിന്ന് അത്ര എളുപ്പം കരകയറുമോ പാർട്ടിയും മുന്നണിയും? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സ്വാഗതം. ഈ ചർച്ചയിൽ നമുക്കൊപ്പം AIYF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K ഷാജഹാൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ അനിൽ ബോസ്, ഒപ്പം ശ്രീ TK ഗോവിന്ദൻ MLA കൂടി ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ K ഷാജഹാൻ, ഇന്ന് നമ്മൾ CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ PP സുനീറിന്റെ പ്രതികരണം കണ്ടു. ഇന്നലെ ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രതികരണം നമുക്ക് മുന്നിലുണ്ട്. അത് രണ്ടും നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. മുന്നണിയിലൊന്നും നിൽക്കുന്ന വിഷയമല്ല, അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. രാജ്യത്തിന്റെ ഭരണഘടന പോലും ഭേദഗതി ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഉള്ളപ്പോൾ കീഴ്വഴക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കീഴ്വഴക്കങ്ങളൊക്കെ മാറി മാറി വരാനുള്ളതാണല്ലോ. അത് അടഞ്ഞ അധ്യായമല്ല. ഇടതുപക്ഷ മുന്നണിക്കകത്ത് ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് CPI ആവശ്യപ്പെട്ടുള്ളത്. ശ്രീ K ഷാജഹാൻ, ചർച്ച ചെയ്യാവുന്ന വിഷയമാണല്ലോ, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ നിലപാടിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞുപോയ വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ പറയുമ്പോഴത്തേക്ക് അത് ഇനി ഒരിക്കലും ഓപ്പൺ ചെയ്യാനാവാത്ത വിധമുള്ള അടഞ്ഞ അധ്യായമായി CPM ഏകപക്ഷീയമായി അതിനെ ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിഷേധമാണ് ഇന്ന് ശ്രീ PP സുനീർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പരസ്യ പ്രസ്താവനകൾ, ബിനോയ് വിശ്വം ഉൾപ്പെടെ നടത്തിയ പരസ്യ പ്രസ്താവനകളുടെ പുറത്തുള്ള ഒരു ഈഗോ പ്രശ്നമാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ അതിനും അപ്പുറത്തേക്ക് ഇത് ഈ മുന്നണിയിലെ വല്യേട്ടനായ CPM വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്? ഇതിലേതാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ആ സമയത്ത് തന്നെ CPI ഈ ആവശ്യം CPM-ന്റെ മുന്നിൽ വെച്ചിരുന്നതാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വെച്ചിരുന്നതാണ്. ആ വിഷയം കൂടുതൽ ചർച്ചകൾ നടത്തി, ഇടതുപക്ഷത്തിനകത്തൊരു LDF-നകത്തൊരു ചർച്ച നടത്തി അതിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് CPI തുടക്കം മുതൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കാര്യമായൊരു ചർച്ച LDF അതിനുശേഷം കൃത്യമായി കൂടിയതായിട്ട് നമ്മൾ കാണുന്നില്ല, കൂടിയിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് CPI ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സ്ഥാനത്തേക്ക് CPI-യുടെ പ്രതിനിധി വരണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ക്രിയാത്മകമാക്കുക, കേരള രാഷ്ട്രീയം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന, കേരള പൊതുസമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമായ ഒരു വേറൊരു വഴിക്കാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇടതുപക്ഷ വിരുദ്ധത തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് കൂടുതൽ ഐക്യത്തോടെ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPI ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ഇടതുമുന്നണിക്കകത്ത്
ചർച്ച ചെയ്യപ്പെട്ട് അത് CPIയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കമൻറ്റ് നടത്താൻ, ഒരു പ്രസ്താവന നടത്താൻ ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരുടെ മറുപടി വന്നിരുന്നു. ആ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പാർട്ടി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അത് നൽകുകയുണ്ടായി. അതൊരു അടഞ്ഞ അധ്യായമായിട്ട് CPI കാണുന്നില്ല. അത് തുറന്ന അധ്യായം തന്നെയാണ്, തുറന്ന പുസ്തകമാണ്. അതിൽ കൂടുതൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. ഇതൊരു അടഞ്ഞ അധ്യായമാണ്, ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും എന്ന് ഒരു പാർട്ടിയെ, നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയെ, 8 MLA-മാരുള്ള ഒരു പാർട്ടിയെ പറ്റി, ആ പാർട്ടിയുടെ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയത്തെ പറ്റി വീണ്ടും വീണ്ടും പറയുന്നത്. അതല്ലാതെ മറ്റാരും അധികം ഇതേപ്പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ശ്രീ ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് തുടർച്ചയായി പറയാറുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവാൻ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും എങ്ങനെയാണ് ഈ വാതിൽ തുറക്കും, ഈ അധ്യായം തുറക്കും, ഈ പ്രശ്നം ചർച്ച ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നത് എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? അല്ല, അത് ചർച്ച ചെയ്യേണ്ടത് ഇടതുമുന്നണിയാണോ? ഇടതുമുന്നണി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, കൂടുതൽ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പാകെ അല്ലെങ്കിൽ CPM-ന് മുമ്പാകെ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ മറുപടി അതിലെ പാർട്ടി സെക്രട്ടറിയും ഇന്നലെ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ അവർ അതിലൊരു മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇടതുമുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് അതിലൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ആ തീരുമാനം വരുമ്പോൾ പാർട്ടി എന്താണ് ആ വിഷയത്തിൽ നിലപാടെടുക്കുക എന്നുള്ളത് ആ സമയത്ത് പറയും. ഞങ്ങൾ ആ വിഷയത്തിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ബന്ധപ്പെട്ട നേതാക്കന്മാരും പല ഘട്ടങ്ങളിലും പല വേളയിലും ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതിനുള്ള മറുപടി പാർട്ടി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ ഈ വേളയിൽ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഈ CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു മുന്നണിക്കകത്ത് ഏകോദര സഹോദരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കവും അവർ തമ്മിലുള്ള ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് 1967 EMS സർക്കാരിൻ്റെ കാലത്ത് TV തോമസും EMS-ഉം തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ തൊട്ട് നീണ്ടു കിടക്കുന്ന ഒരു വലിയ അധ്യായമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ കാര്യമായിട്ട് നമുക്കിതിനെ കാണാം. പക്ഷേ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കീഴ്വഴക്കം. ഇന്ന് ശ്രീ PP സുനീർ ചോദിച്ചതുപോലെ ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇരുമ്പുലയ്ക്കൊന്നുമല്ലല്ലോ, ഭരണഘടന വരെ മാറുന്ന കാലത്ത് എന്തിനാണ് ഈ കീഴ്വഴക്കം? ഒന്നാമത്തെ ചോദ്യം. 2, ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഏകപക്ഷീയമായി ഇന്നലെ പിണറായി വിജയൻ പറയുകയാണ് അത് അടഞ്ഞ അധ്യായമാണ്, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ഞാൻ ആ ടേം വീണ്ടും വീണ്ടും പറയുകയാണ്, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവർ അവരുടെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യം ചർച്ച ചെയ്യേണ്ടത് മുന്നണിയിലാണ്. ആ മുന്നണി യോഗം കൂടുന്നില്ല, പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നില്ല. അങ്ങ് എത്രയോ വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇങ്ങനെയൊരു പ്രതിസന്ധി ഈ പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്, പാർട്ടികൾ തമ്മിലുള്ളത് അടക്കം അങ്ങനെ അങ്ങയുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടോ? ആശയപ്രശ്നത്തിനപ്പുറത്ത് അല്ല, ഇതൊരു ആശയപ്രശ്നമല്ല. ശ്രീജിതിനെ ചൂണ്ടിക്കെട്ടിയതുപോലെ അതൊരു കീഴ്വഴക്കമല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അതിനെ യോജിക്കുകയോ അതൊന്നും അല്ല, നമ്മൾ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഇതുവരെയും കേരള നിയമസഭയിൽ ഒരു പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടായിട്ടില്ല ശ്രീജ. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എത്രയോ പ്രതിപക്ഷ നേതാക്കളെ കണ്ടിരിക്കുന്നു. ആദ്യത്തെ സാക്ഷാൽ PT ചാക്കോ, കോൺഗ്രസ് നേതാവ്, EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ PT ചാക്കോ എന്ന പ്രഗത്ഭനായ, കരുത്തനായ, ശക്തനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. കോൺഗ്രസ്സിൽ ആരും അദ്ദേഹത്തോടൊപ്പം നിന്നില്ല ഒരു ഉപനേതാവായിട്ട്. അങ്ങനെ അന്നു മുതൽ ഇങ്ങോട്ടുള്ള ഒരു കീഴ്വഴക്കം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, 34 അംഗ പ്രതിപക്ഷ കക്ഷിയിൽ സ്വാഭാവികമായിട്ടും മുമ്പൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതാണ്, ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷ നേതാവ്. പിന്നെ ഉള്ളത് UDF-നകത്താണ് പഴയ നമ്മുടെ ബേബി ജോൺ, അങ്ങനെയുള്ള കുറേ നേതാക്കൾ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കും. അതിനകത്തൊരു ഓർഡറുണ്ട്. പക്ഷേ അതൊരു അംഗീകൃതമായ 1, 2, 3, 4 എന്നുള്ള ഇത് വെച്ചിട്ടല്ല എന്നും കൂടി ഓർക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട്
എന്താണ് ഡെപ്യൂട്ടി സ്പീക്കർ? ഭരണപക്ഷത്തെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് വെച്ചാൽ സ്പീക്കറെ നിയമസഭയിൽ സഭാ നടപടികളിൽ സഹായിക്കുന്ന ആളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ അത് തിരഞ്ഞെടുക്കപ്പെടുന്ന പദവിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്ക് അംഗീകൃതമായ ഒരു പദവിയുണ്ട്, കാറുണ്ട്, നിയമസഭാ കോമ്പൗണ്ടിൽ തന്നെ അതിനുള്ളിൽ തന്നെ താമസിക്കാൻ വസതിയുമുണ്ട്, ഔദ്യോഗിക വസതിയുമുണ്ട്. ഇതെല്ലാം കൂടി ഒരു ആർഭാടത്തോടു കൂടിയുള്ള ഒരു സ്ഥാനമാണ്. പക്ഷേ പ്രതിപക്ഷ ഉപനേതാവിന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഉപനേതാവ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും സാധാരണ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. സാധാരണഗതിക്ക് CPI, CPM രണ്ട് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് വലിയ കക്ഷികളാണ്. ഇവർ തമ്മിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം വേണമായിരുന്നു ഇതുപോലെയുള്ള ഇതൊരു എടുത്തിയാട്ടമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതതിനു മുമ്പ് ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നന്നാകുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ CPI നേതാക്കൾ എന്തെങ്കിലും കാരണമൊക്കെ കാണുമായിരിക്കും. CPIക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷാജഹാൻ പറഞ്ഞുവല്ലോ, അദ്ദേഹം നിരത്തിവെച്ചു പല കാര്യങ്ങളും. അതൊക്കെ നമ്മൾ അംഗീകരിക്കാം. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് വരുമ്പോൾ വലിയേട്ടൻ എന്ന് വിശേഷിക്കപ്പെടുന്ന CPMനടുത്ത് ഇതുപോലെയുള്ള കളികൾ നടക്കത്തില്ല എന്നാണ് നമ്മൾ കേരള രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ തോന്നുക. അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് ഇതൊരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തെ കൊണ്ട് ആ നിലവിൽ വരെ കൊണ്ടുപോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ എളിയ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, ഈ കീഴ്വഴക്കം എന്നൊക്കെ പറയുമ്പോൾ ഇത് നൂറ്റാണ്ടുകൾ നീളുന്ന കീഴ്വഴക്കമൊന്നും അല്ലല്ലോ. നമുക്കറിയാം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായ കാലത്താണ് ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി പോലും വരുന്നത്. അത് എത്ര വർഷം മുൻപാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. അന്ന് അവിടെ വലിയ ശക്തിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി. ഇപ്പോൾ സഭയിലേക്ക് വരുമ്പോൾ ദുർബലപ്പെട്ടു പോയില്ലേ CPM? ദുർബലമായ അവസ്ഥയാണ്. അവിടെ ദുർബലമായ അവസ്ഥയിൽ CPI മോശം പ്രകടനമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ആ മുന്നണിയെ വെച്ച് നോക്കുമ്പോൾ അവർ അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച് വന്നിട്ടുണ്ട്. അവിടെ അവരങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ കീഴ്വഴക്കം എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത്? ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് യാതൊരു ഗരിമയും ഇല്ലാത്ത, പ്രത്യേകിച്ച് യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത ഒരു പദവിയാണ്. എങ്കിൽ പിന്നെ അതങ്ങ് കൊടുത്തൂടെ? അല്ല, അത് ശരിയാണ്. ആ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമായൊരു ന്യായമുണ്ട്. കാരണം CPI താരതമ്യേനെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. CPM അല്പം ആ ലെവലിലേക്ക് എത്തിയിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ. അതൊരു ശരിയായ കാര്യമാണ്. ആ കാര്യം അംഗീകരിച്ചതുകൊണ്ട് മുമ്പില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, വെറും ഒരു കസേരയല്ലേ ഉള്ളൂ? നിയമസഭയ്ക്ക് അകത്തിരിക്കാനും മാത്രമുള്ള ഒരു കസേരയല്ലേ ഉള്ളൂ? വേറെ ഒന്നുമില്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഒരു മുറി വേണമെങ്കിൽ നിയമസഭയിൽ കിട്ടുമായിരുന്നു. തൊട്ടടുത്ത് ഒരു നല്ല മുറി കിട്ടുമായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. മുറി ഇല്ല ഇപ്പം നിയമസഭയിൽ ഇല്ല. നേതാക്കന്മാർ ഒത്തിരി ആയിപ്പോയി. അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല. ഇപ്പം കീഴ്വഴക്കം ലംഘിക്കത്തക്കവണ്ണം ഗൗരവമേറിയ ഒരു സംഭവമല്ല ഇത് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് CPI ഒത്തിരി നല്ല നേതാക്കന്മാർ സുഹൃത്തുക്കളായിട്ടുണ്ട് കേട്ടോ, ആരും ദേഷ്യപ്പെടുത്തരുതേ. പക്ഷേ അതിനുള്ള ന്യായീകരണം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതുണ്ടാകുമായിരുന്നു. നിങ്ങൾ തമ്മിൽ CPMഉം CPIയും ഒരു മുന്നണി നിൽക്കുന്നവരല്ലേ? ഒരു ഭരണപക്ഷത്ത് ഒന്നിച്ച് മന്ത്രിമാരായിരിക്കുന്നവരല്ലേ? പിണറായി വിജയത്തിൻ്റെ കീഴിൽ 10 വർഷം മന്ത്രിമാരായി ഇരുന്നവരല്ലേ CPIയിലുള്ളത്? നേരിട്ടങ്ങോട്ട് സംസാരിക്കാമായിരുന്നുവല്ലോ. തീർച്ചയായിട്ടും സംസാരിക്കാമായിരുന്നു. അതിനുള്ള സാധ്യത കളഞ്ഞത് തീർച്ചയായിട്ടും അത് മുഖം നഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് പോകില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ സംശയം രേഖപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരി. ശ്രീ അനിൽ ബോസ്, ഈ CPMഉം CPIയും തമ്മിലുള്ള തർക്കത്തിൽ ഇപ്പോൾ എന്താണ് കോൺഗ്രസിന് റോള് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ, മുഖ്യമന്ത്രി ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ അങ്ങനെ പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വേണമെങ്കിൽ ഭരണപക്ഷത്തിന് തിരിച്ചും പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. ഒരു പാർലമെന്ററി പാർട്ടി യോഗം പോലും ചേരാതെ വിവാദ വിഷയങ്ങൾ നിരവധിയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് MV ഗോവിന്ദൻ നിങ്ങളോടൊപ്പം നിൽക്കുന്ന 3 MLA-മാരുടെ കാര്യത്തിൽ ചോദിച്ചത് ഇപ്പോൾ ഉള്ള വിവാദ വിഷയങ്ങൾ മുഴുവൻ എണ്ണമിട്ട് നിരത്തി ഇതിലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഈ അഭിപ്രായം പറയൂ ആദ്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയാണോ? ഒരു ഏകീകൃത സ്വഭാവം ഇല്ലാത്ത പ്രതിപക്ഷം എന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ടോ?
എനിക്ക് എന്ത് കാര്യം അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് എന്ത് കാര്യം എന്ന് പ്രിയപ്പെട്ട ശ്രീജ ചോദിക്കേണ്ടായി. എൻ്റെ പാർട്ടിക്കല്ലേ കാര്യം. CPI സങ്കടപ്പെടുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന കാലമല്ലേ അവരുടെ സുവർണ്ണ കാലം. അപ്പോൾ അങ്ങനൊരു കൂട്ടർ ഞങ്ങളെ വിട്ടിറങ്ങി കാലാകാലങ്ങളിൽ ചവിട്ടും തൊഴിയും കൊള്ളുമ്പോൾ എത്രയൊക്കെ ആയാലും കുറച്ച് നാളെങ്കിലും ഒരുമിച്ചിരുന്നവരല്ലേ എന്ന ഒരു സങ്കടം, സഹതാപം അതൊക്കെ ഞങ്ങൾക്കുണ്ടാവില്ലേ? ആ ഒരു ആകുലത എനിക്കുണ്ട്. ഇനിയെങ്കിലും ഇവർ നന്നാകും എന്നെനിക്ക് പ്രതീക്ഷയുമില്ല. കാരണം ഇവരങ്ങനെ പറയുന്ന വാക്കുകളോട് ഇവർക്കൊരിക്കലും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരിൽ നല്ല നേതാക്കളുണ്ടായിരുന്നു. ഈ ചന്ദ്രശേഖരൻ നായരെ പോലെ, വിളിയം ഭാർഗവനെ പോലെ, PK വിയപ്പലൊക്കെ നല്ല ആഢ്യത്വമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. രാഷ്ട്രീയ സംശുദ്ധിയൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ ബഹുമാനമാണ്. CPI എന്ന് പറയുന്ന നേതാക്കൾ ഒട്ടുമിക്ക ആളുകളും വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പോയില്ലേ? അതൊക്കെ പോയി. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ശ്രീജ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിമാരായിട്ടിരുന്ന ആളുകൾ പലവട്ടം ചോദിച്ചില്ലേ, നമ്മുടെ ഗവൺമെൻറ് PMCയിൽ ഒപ്പിടാൻ പാടില്ല, ഒപ്പിട്ടിട്ടുണ്ടോ? എന്താ സ്ഥിതി? ഒരു മുന്നണി അറിയാതെ, മന്ത്രിമാരറിയാതെ ഒപ്പിട്ടിട്ട് വന്ന് അത് മറച്ചു വച്ച് ഇരുന്നപ്പോൾ ഒരു നാടിനെ ബാധിക്കുന്ന ഒരു പൊതുവിഷയത്തിൽ ഇവർ ഉപസമിതി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ഉപസമിതി കൂടിയോ? 8 മാസം മുമ്പ് ഉണ്ടാക്കിയ ഉപസമിതി തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാളെങ്കിലും കൂടിയോ? CPI പ്രതിനിധി പറയട്ടെ, എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? ഒന്നുമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. CPI എന്നൊക്കെ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കൊരു നിലപാട് വേണം. ഒന്നുകിൽ ഒപ്പിടാം, അല്ലെ ഒപ്പിടരുത്. അവരറിയാതെ ഒപ്പിട്ടാൽ അത് തിരുത്തിക്കാൻ അവർക്ക് കഴിയണം. വേണ്ടേ? കഴിഞ്ഞോ ഇവർക്ക്? ഇവരേത് കാര്യമാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിന്ന് തിരുത്തിച്ചിട്ടുള്ളത്? ഒരു വിഷയം പറ. അവർ CPMനെ തിരുത്തിച്ച ഒരു വിഷയം വളരെ സിനിമാ സ്റ്റൈലായിരുന്നു. കാനൻ രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോരാട്ടങ്ങൾ, ഒരുപാട് പിള്ളേരൊക്കെ സമരത്തിനിറങ്ങി. ഈ AIYFും AISFും ഒക്കെ സമരത്തിനിറങ്ങി. എന്തായിരുന്നു അന്ത്യം? അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ ആ രാഷ്ട്രീയ വിഷയത്തിൽ പരാമർശിക്കേണ്ട ബാധ്യത വന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമാറ്റിക് വരവൊക്കെ ഇന്നത്തെ റീൽസിനെ അമ്പരിപ്പിക്കുന്ന നരസിംഹത്തിൽ മോഹൻലാൽ വരുന്ന പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം പൊട്ടിക്കും, ഒന്നും പൊട്ടിയില്ല. ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല ശ്രീജ. ഇവർക്ക് അവരുടെ അഭിമാനം വീണ്ടെടുക്കണമെങ്കിൽ ഒന്നുകിൽ ഇവർ അധികാരം വേണ്ട, മുന്നണി സംവിധാനത്തെ നോക്കി മുന്നോട്ട് പോകാതെ അഭിപ്രായം പറഞ്ഞ് ജനപക്ഷ നിലപാടെടുക്കണം. അതിനുള്ള തൻ്റെ ഇടം ഇവർക്കുണ്ടോ? അതാ ചോദ്യം. അതിനുള്ള തൻ്റെ ഇടം CPIക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പാകെ ധൈര്യത്തോടു കൂടി പറയാൻ, മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്കൊരു അജണ്ടയുണ്ടോ? അതില്ല. ഇല്ലാത്തിടത്തോളം കാലം CPMമായി കൂടി നിന്ന് കിട്ടാവുന്ന മുഴുവൻ സൗഭാഗ്യങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലം അനുഭവിച്ചു ഇല്ലേ? അപ്പോൾ CPM ഞങ്ങളുടെ എതിർ പാർട്ടിയാണ്. മുഖ്യമായി ഞങ്ങൾ എതിർക്കുന്ന കേരളത്തിലെ പാർട്ടികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണല്ലോ. അവരെ ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ അവരോടൊപ്പം 10 വർഷം ഇരുന്ന് അവരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചിട്ട് ജനമെതിരാകുന്ന വിഷയം വരുമ്പോൾ ചാടി പുറത്തിറങ്ങിയിട്ട് CPM കൊള്ളുകയില്ല, CPM എടുത്ത സമീപനം തെറ്റാണ് എന്ന് പറയുകയും ആ തെറ്റിനെ പിന്നീട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഇവർക്ക് എന്ത് പ്രതിബദ്ധതയാണ്? ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത? ഇവർക്കൊരു പ്രതിബദ്ധതയില്ല. ബിനോയ് വിശ്വം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എഴുത്തും വായനയൊക്കെ ഉള്ളൊരു നേതാവായിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. പാർട്ടി സെക്രട്ടറി ആയില്ലായിരുന്നെങ്കിൽ ആ വിലയും മാന്യതയും ഒക്കെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലെങ്കിലും കുറഞ്ഞ പക്ഷം കുറച്ച് ആളുകളിലെങ്കിലും നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു നിലപാടുമില്ല. വെറുതെ ഈ പത്രക്കാരെ കാണുമ്പോൾ ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോവുക, ഒരു നേരം പോക്ക് എന്നുള്ളതല്ലാതെ അതിനപ്പുറം യാതൊരു പ്രാധാന്യവുമില്ല. CPMൻ്റെ കാര്യവും കട്ടപ്പുകയാണ്. CPM തിരുത്തുമെന്നാണ് പറയുന്നത്. ശ്രീജ, എന്താണ് ഇവർ തിരുത്തുന്നത്? എന്നാണ് ഇവർ തിരുത്തിയിട്ടുള്ളത്? ക്വിറ്റ് ഇന്ത്യ സമരം മുതൽ ഇങ്ങോട്ട് ഈ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ CPMൻ്റെ അകത്ത് ഇവർ ഒരുപാട് പഠനം, ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി. നിങ്ങൾക്കറിയാമല്ലോ, EP ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് അല്ലല്ലോ. CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ജയരാജൻ P ജയരാജനല്ലേ? അല്ലേ? തിരുത്തും, നടപടിയെടുക്കും. എടുത്തോ? എന്താ CPM സംസ്ഥാന കമ്മിറ്റി ആ കാര്യത്തിൽ ചെയ്തത്? പറയട്ടെ, കേരളത്തിലെ പൊതുസമൂഹത്തെ അവരോട് പറയണ്ടേ? ഇവർ തിരുത്തിയ ഒരു സിംഗിൾ കാര്യം, CPI തിരുത്തിച്ച ഒരു കാര്യമോ CPM സ്വയമായി തിരുത്തിയ ഒരു കാര്യമോ ഈ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. CPI ആയാലും CPM ആയാലും ചൂണ്ടിക്കാണിക്കട്ടെ, ഞാൻ അംഗീകരിച്ചു കൊടുക്കാം.
വെറുതെ ചുമ്മാതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകളിൽ, സംവാദങ്ങളിൽ, പ്രസംഗങ്ങളിൽ പറയാമെന്നല്ലാതെ അതിനപ്പുറമൊന്നും ഒരു കാലത്തും CPM-ഉം ചെയ്തിട്ടില്ല, CPI-യും ചെയ്തിട്ടില്ല. അവരല്പമെങ്കിലും നിങ്ങൾ പ്രാദേശികമായി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷാജഹാനുമായി ചർച്ചയ്ക്കിരിക്കുന്നത്. അദ്ദേഹം ഒരു AIYF-ൻ്റെ സംസ്ഥാന നേതാവാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ പാർട്ടി സഖാക്കൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ വെറും AITC ചുമട്ടുകാരോട് നിങ്ങൾ ചോദിക്കുക അവരുടെ അഭിപ്രായം എന്താണെന്ന്. ഞാൻ ആലപ്പുഴയാണ്, TV തോമസ് ഒക്കെ വിരാജിച്ച നാട്ടിലാണ്. ഞാൻ വേണമെങ്കിൽ ലൈവിൽ വരാം നാളെ. CPI-യുടെ യൂണിയൻ്റെ കൗണ്ടറുകളുണ്ട്, ഞങ്ങളൊക്കെ അവിടെയൊക്കെ കയറി സൗഹൃദം പങ്കുവയ്ക്കുന്നവരാണ്. ഇപ്പോഴും ഒരാളെ കൊണ്ട് CPI എടുക്കുന്ന, സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. അതാണ് സ്ഥിതി. CPI-യുടെ പ്രാദേശികമായിട്ടുള്ള അന്തസ്സുള്ള പാർട്ടി പ്രവർത്തകർ നേതൃത്വത്തിനെതിരാണെന്ന്. ഇങ്ങനെ അഭിമാനം പണയം വെച്ച് CPM-ന് വിടുവേല ചെയ്യുന്നതിന് CPI എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന പാർട്ടി സഖാക്കൾ നിങ്ങൾക്കെതിരാണെന്ന് അതെങ്കിലും തിരിച്ചറിയാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ലത്. ആട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞൊരു കാര്യം, വെറുതെ ഒരു പോസ്റ്റല്ലേ ഉപനേതാവ്. അങ്ങനെ ഒരു പോസ്റ്റല്ല ഉപനേതാവ്. അങ്ങനെ തെറ്റായ ധാരണയൊന്നും വേണ്ട. ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിനാണെങ്കിലും ഒരു മണ്ഡലം സെക്രട്ടറിയുടേതായ വാല്യമുണ്ട്. നിയമസഭയിലെ മുന്നണിയുടെ കക്ഷി നേതാവ്, ഉപനേതാവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. വെറുതെ ഒരു കസേരയിൽ ഇരിക്കുകയല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യത്തിൽ പ്രതിപക്ഷ ഉപനേതാവാണ് സഭ കാര്യങ്ങൾ അവരുടെ ഭാഗം പറയേണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ ബാലഗോപാൽ പറയുന്നത്? LOP മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കോലിട്ട് കുത്തുമ്പോൾ എഴുന്നേറ്റ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് കേട്ടില്ലേ? ചെറിയ കാര്യമാണോ? ഒരു പ്രതിപക്ഷ നേതാവിനെ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ പരസ്യമായി നിയമസഭയ്ക്കകത്ത് വെച്ച് മിണ്ടാതെ മൗനം പാലിച്ചിരിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് സംസാരിക്കുമെന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായെന്നേ ഇപ്പം CPM-ൻ്റെ അവസ്ഥ. അപ്പം അവിടെ ഒരു ഉപനേതാവ് CPI-കാരനാണെങ്കിലോ ഒരു മുന്നണി മര്യാദ അനുസരിച്ച് ഇവർ സംസാരിച്ച് ധാരണയിലാണ് പോകുന്നതെങ്കിലോ അതിൻ്റേതായ ഔന്നത്യമുണ്ട്. അതിന് കൃത്യമായ ഒരു പാർട്ടി പ്രോട്ടോക്കോൾ അനുസരിച്ചാണെങ്കിലും ഒരു പൊതുപരിപാടിയിലും എത്തിച്ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ ഉപനേതാവിന് വലിയ പ്രാധാന്യമുണ്ട്. ജേക്കബ് ജോർജിന് അതിന് നിസ്സാരമായി തോന്നിയാൽ ഞാനത് അംഗീകരിക്കില്ല. കാരണം G. കാർത്തികൻ ഉപനേതാവായി പ്രവർത്തിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഉപനേതാവായി പ്രവർത്തിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളും ഡോക്ടർ MK മുനീർ ഉപനേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ലേ? അങ്ങനെ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ചരിത്രമുള്ള. അതുകൊണ്ട് PT ചാക്കോയുടെ കാലം പറഞ്ഞ് നമ്മളങ്ങ് കണ്ണടച്ചിരുട്ടാക്കി പോരുത്, പൊതുസമൂഹം അറിയട്ടെ എന്ന്. ഇവിടെ വളരെ വിശാലമായ വീക്ഷണത്തോടു കൂടി ഇത്രയും വലിയൊരു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴെങ്കിലും അവർ പറയുന്നത് പോലെ പിന്നെ കാലം എന്താ പറയുന്നത്, നേരം വെളുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞു. നേരം വെളുത്തിട്ടില്ല ആർക്ക്? CPM-ന് ഇപ്പോഴും ഇത്രയും വലിയ തോൽവി വന്നിട്ടും നേരം വെളുത്തിട്ടില്ല എന്ന് അത് ജനങ്ങൾക്കറിയാം. ഇവർക്ക് നേരം വെളുക്കാനും പോകുന്നില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ അംഗസംഖ്യയുമായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നതെങ്കിൽ ഇതുപോലും 4 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ജനം വളരെ കൃത്യമായി ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് CPI-CPM തർക്കത്തിൽ അല്ല, ഒരു സെക്കൻഡ്. CPI-CPM തർക്കത്തിൽ CPI-CPM തർക്കത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ആകുലതയുണ്ട്. അഭിമാനം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പുറത്തിറങ്ങി ഒന്നുകിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരാം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, വരാൻ തയ്യാറായാൽ. അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിമാനം ഉയർത്തി ഒരു സ്വതന്ത്ര പരിവേഷത്തോടെ ജനപക്ഷ നിലപാടത്തിൽ നിൽക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്നാണ് CPI കേരളത്തോട് വ്യക്തമാക്കേണ്ടത്. ശരി, ശ്രീ ഷാജഹാൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ പദവിക്ക് വേണ്ടി നിങ്ങൾ ഈ പിടിവാശി പിടിക്കുന്നത് എന്തിന് എന്ന ശ്രീ ജേക്കബ് ജോർജിന്റെ ചോദ്യം. അതൊരു പിടിവാശിയല്ലേ? ഇങ്ങനെ ആയിരുന്നോ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? ഒരു ധാരണയിൽ എത്തേണ്ടിയിരുന്നില്ലേ പരസ്യമായി ഇക്കാര്യം വന്ന് പറയുന്നതിന് മുൻപ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ശ്രീ അനിൽ ബോസ് ഉന്നയിച്ചതാണ്. എത്ര കാലമായി നിങ്ങൾ ഈ അധിക്ഷേപങ്ങൾ സഹിച്ചപ്പോൾ PM ശ്രീയിലൊക്കെ ഉണ്ടായ ആ കാര്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങളിലൂടെ എല്ലാം മുന്നിലേക്ക് വന്നതാണ്. നിങ്ങൾ അറിയാതെ പോയി ഒപ്പിട്ടു, നിങ്ങൾ പ്രതിഷേധം കാണിച്ചു, പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല അതിൽ. ആ ഒപ്പിന്റെ പേരിലാണ് ഇപ്പോഴും PM ശ്രീ എന്തുകൊണ്ട് നടപ്പാക്കുന്നു, അല്ലെങ്കിൽ PM ശ്രീയുമായി എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിന് കോൺഗ്രസ് പറയുന്ന ഏക ന്യായം ആ ഒരു ഒപ്പാണ്. പിന്നീട് പിൻവലിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി എന്നൊക്കെ പറയുമെങ്കിലും ആ ഒരു ഒപ്പാണ്, നിങ്ങൾ പോലും അറിയാതെ ഇട്ട ഒപ്പാണ്. മറുപടി പറയാൻ കഴിയാതെ പ്രതിരോധത്തിലാകുന്നുണ്ടോ CPI നേതൃത്വം? ഇവിടെ
ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു അധികാരമോഹത്തിൻ്റെയോ ഒരു പാർലമെൻ്ററി സ്ഥാനത്തിൻ്റെയോ കാര്യമല്ല. കേൾക്കുന്നുണ്ടോ? പറയട്ടെ. കേൾക്കാം, പറഞ്ഞോളൂ കേൾക്കാം. ഇത് കേവലം ഒരു അധികാരമോഹത്തിൻ്റെയോ പാർലമെൻ്ററി സ്ഥാനത്തിൻ്റെയോ ആവശ്യമായിട്ടല്ല CPI ഇതിനെ കാണുന്നത്. ഇടതുപക്ഷത്തിനകത്ത് ഇടതുപക്ഷ ആശയങ്ങൾ ശക്തിപ്പെടുത്തുക, കുറച്ചുകൂടി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വരിക, ക്രിയാത്മകമായ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് CPI ഈ വിഷയത്തെ കാണുന്നത്. അതല്ലാതെ അതിൽ എന്ത് ശമ്പളം കിട്ടും, എന്ത് കാറ് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ദിരങ്ങൾ, വീട് കിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടല്ല CPI ഇത്തരമൊരു സ്ഥാനം ചോദിക്കുന്നത്. അത് തിടുക്കപ്പെടലോ അല്ലെങ്കിൽ എടുത്തുചാട്ടമോ ഒന്നും CPI ചെയ്തിട്ടില്ല. മുന്നണിക്കകത്ത് CPM ഇടതുപക്ഷത്തിലെ പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ CPM-നകത്ത് സാധാരണ ഉന്നയിക്കാറുള്ളത് പോലെ കത്ത് കൊടുത്ത്, എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം 6-ാം തീയതി പാർട്ടി നേതൃത്വം CPM നേതൃത്വത്തിന് കത്ത് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിനുശേഷം ഇതിനകത്ത് CPM ചർച്ചയ്ക്കകത്ത് ഇത്തരമൊരു തീരുമാനമുണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനും ഉപനേതാവിനെ തീരുമാനിക്കാനും ഇവിടെ ചർച്ച നടത്തുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയെ തന്നെ തീരുമാനിക്കാത്ത ദിവസങ്ങൾ, ആഴ്ചകൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം പ്രകടനവും പ്രതിഷേധവും എല്ലാം തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹവും കോൺഗ്രസ് പാർട്ടിക്കകത്തും നടത്തി. ആ കോലാഹലമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം അതന്നെ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഇത് വന്നാൽ മതി എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്താണ്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് വരട്ടെ. അത്തരമൊരു അവധാനതയോട് കൂടിയിട്ട് തന്നെയാണ് CPI ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അല്ലാതെ എടുത്തുചാട്ടമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ അവധാനതയോട് കൂടിയിട്ട് തന്നെയാണ് CPI ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ഇടതുപക്ഷത്തിനകത്ത് CPIയുടെ സ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ CPIയുടെ പങ്കിനെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസ് ഈ CPIയെ ഓർത്ത്, ഇടതുപക്ഷത്തിനകത്ത് നിൽക്കുന്ന CPI ഓർത്ത് വല്ലാതെ ആകുലപ്പെടേണ്ട കാര്യമോ സഹതാപമോ ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ല. CPIക്ക് ഇടതുപക്ഷത്തിനകത്ത് നിൽക്കേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം. ഈ പറയുന്ന അവിടെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ത്യജിച്ചുകൊണ്ട്, രാജിവെച്ചുകൊണ്ടാണ് CPI ഇടതുപക്ഷ ആശയം എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് വന്നത്. ഞങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അല്ലാതെ അധികാര കസേര കണ്ട് കൊതിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കയറി വന്നതല്ല. ഞങ്ങൾ ഇരിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇരിക്കുന്ന അധികാരങ്ങൾ, ഇരിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ആ മുന്നണിക്കകത്ത് ഇടതുപക്ഷത്തിന് CPIക്ക് നിർണായക റോളുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ യാതൊരു തർക്കവുമില്ല. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ആട്ടും തുപ്പും ചവിട്ടും കൊണ്ട് മുന്നോട്ട് പോകേണ്ട സംവിധാനം ഒന്നുമില്ല. സുഖലോലുപതയുടെയോ അധികാരസ്ഥാനത്തിന്റെയോ പങ്കുപറ്റലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടക്കുന്നത്. പിന്നെ ഒരു മിനിറ്റ് PM-ശ്രീ വിഷയത്തിൽ അങ്ങ് പറഞ്ഞോളൂ. ഞാനൊരു കാര്യം കൂടെ ചേർക്കുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയ PM-ശ്രീ ഉൾപ്പെടെ എത്ര പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ ഉയർന്നു വന്നു. ആ കാര്യത്തിലൊക്കെ ഒരു പാർലമെന്ററി പാർട്ടി യോഗം ചേരാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു നിലപാടിലേക്ക് എത്തിയത്? നിങ്ങൾക്ക് മുന്നണിക്കകത്ത് ഒരു യോജിച്ചൊരു അഭിപ്രായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആ പാർലമെന്ററി പാർട്ടി യോഗം എന്ന് പറയുന്നത് ഒരു മുറിയിൽ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കലല്ലോ, നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കലാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്? നിയമസഭയിൽ പറയുമ്പോഴല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്? പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് എന്തിനാണ്? ഇത് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതുപോലും ചേരാൻ കഴിയാത്ത വിധത്തിൽ അന്തഛിദ്രം ഇത്രയേറെ രൂക്ഷമാവുമ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് വന്നിരുന്ന് ഇതിങ്ങനെ പറയാൻ കഴിയുന്നത്? ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇവിടെ സന്തുഷ്ടരാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? സംതൃപ്തിയും മറ്റും ആ രീതിയിലല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്. PM-ശ്രീ വിഷയത്തിൽ എന്താണ് ഇത്ര തർക്കം? PM-ശ്രീ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ അതിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ തന്നെ അതിനു മുമ്പ് അത് നയപരമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനമല്ല, നയമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയം അവിടെ ഒപ്പിട്ട് വരുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഒപ്പിട്ട് വരുന്ന സാഹചര്യമുണ്ടായപ്പോൾ CPI വളരെ അഡമൻ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. CPIയുടെ നിലപാട് പറഞ്ഞു, അതിൽ നിന്ന് പുറകോട്ട് പോകാതെ ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഞങ്ങളെടുത്തു.
അതെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അതെടുക്കാനുള്ള ധാർമ്മികതയും ഇച്ഛാശക്തിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് CPIക്കുണ്ട്. UDFിനകത്തുള്ള കക്ഷികൾക്ക് അത് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധിക്കേണ്ടതാണ്. 1.5 മാസക്കാലത്തിനിടയിൽ അതിനകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം എന്താണ്, അഭിപ്രായ വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് തന്നെ VD സതീശൻ എടുക്കുന്ന നിലപാടുകൾക്ക് അംഗീകാരമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് ഞാൻ വരുന്നില്ല. PMC വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് CPI ഭരണത്തിലിരിക്കുമ്പോഴും ഇപ്പോഴും നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിന് കൂടിയാലോചിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് എടുക്കേണ്ട നിലപാടൊന്നുമല്ല PMC വിഷയവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നടക്കുന്ന വിയോജിപ്പുകളുമായി, ഈ സർക്കാരിൻ്റെ വിയോജിപ്പുകളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, CPIക്ക് അല്ലെങ്കിൽ CPMനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. PMC വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാട് കോൺഗ്രസിൻ്റെ പ്രതിനിധി കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം ഈ കേരളത്തിൽ, ഈ രാഷ്ട്രീയ കേരളത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ നിലപാടിൻ്റെ കാര്യം പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ വേറൊരു നിലപാടും എന്നുള്ളത് CPIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ PMC വിഷയത്തിലായാലും മറ്റു കാര്യത്തിലായും CPIയെ നിലപാട് പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ളത് ഇവിടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. 1.5 മാസക്കാലത്തെ VD സതീശൻ്റെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ PMC വിഷയമായിക്കൊള്ളട്ടെ, മദ്യനയമായി ആയിക്കൊള്ളട്ടെ, ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും എല്ലാം U-ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിലപാടുമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആളുകൾ വന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് CPIയെ നിലപാട് പഠിപ്പിക്കാൻ വരുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം നിങ്ങളെ പരിഹാസ്യത്തോടു കൂടിയിട്ടേ കാണുമുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPI ഈ ആവശ്യം ഉന്നയിക്കുന്നത് തന്നെ, ഈ പറയുന്ന LDFിനകത്ത് ഈ സ്ഥാനം ഉന്നയിക്കുന്നത് തന്നെ ഈ പറയുന്ന നിലപാടുകളിലെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് പൊതുസമൂഹത്തോട് പറയുവാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആരുടെയെങ്കിലും അവകാശങ്ങളെ ഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുന്നണിക്കകത്ത് തർക്കമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും അധികാരസ്ഥാനം നേടുന്നതിന് വേണ്ടിയിട്ടോ അല്ല. ആ മുന്നണിയെ ശക്തിപ്പെടുത്തുക, അതിൻ്റെ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ വ്യക്തമായി കൊണ്ടുവരിക, കൂടുതൽ ചർച്ചകൾ, കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ രാഷ്ട്രീയമായിട്ടുണ്ടാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ വിഷയത്തിൽ വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ വിഷയത്തിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കൊട്ടേ, CPIയുടെ അഭിപ്രായത്തെ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ സുഹൃത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. CPIക്ക് വ്യക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായപ്പോൾ തന്നെ ഈ പറയുന്ന സംസ്ഥാന തലം മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള സഖാക്കളെ കേട്ട് അവർക്ക് പറയാനുള്ളത് പറയിപ്പിച്ച് അത് കേട്ട് അതിൽ നിന്നാണ് നിലപാട് സ്വീകരിക്കുന്നത്. അതല്ലാതെ ഒരു പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ബ്രാഞ്ചുകൾക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റികൾക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും. തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി, ഇടതുപക്ഷ ശൈലി. ആ ഇടതുപക്ഷ ശൈലി മുറുകെ പിടിച്ചുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ CPI ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത്. അവരുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഔദാര്യം കൊണ്ട് തെറ്റ് തിരുത്തുക എന്ന് പറയുമ്പോൾ തെറ്റെന്ത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി CPM എത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് കൂടി ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരല്ല. അപ്പോൾ അദ്ദേഹം ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തെറ്റ് തിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ. അതിന് സംശയമുള്ളത് എന്ത് തെറ്റാ ചെയ്തെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന CK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. അല്ല, വഞ്ചനയെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കിതെല്ലാം ഒരവസരമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ വഞ്ചകരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതിനൊന്നും മറുപടി പറയാതെ മൗനം പാലിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. ഇന്ന് ചർച്ചയിലേക്ക് വന്ന അല്ലെങ്കിൽ ഇന്ന് വാർത്തയിലേക്ക് വന്ന 3 ബൈറ്റുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് ആദ്യം ശ്രീ MV ജയരാജൻ വളരെ സൗമ്യമായി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, CPMമായി ബന്ധപ്പെട്ട്, തെറ്റ് തിരുത്തലുമായി ബന്ധപ്പെട്ട് പറയുന്നു. തെറ്റ് തിരുത്തുന്നവർക്ക് ഈ പാർട്ടിയിലേക്ക് വരാം. ഗൗരി അമ്മയുടെയും
എം വി രാഘവന്റെയും കാര്യം പറഞ്ഞാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതിനുശേഷം എം വി ഗോവിന്ദൻ തറപ്പിച്ചു പറയുന്നു, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു പടി കയറി നിന്ന്, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒരു പടി കയറി നിന്ന് പറയുന്നു അവർ വർഗവഞ്ചകർ തന്നെയാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത തവണ എം വി ജയരാജനെ കാണുമ്പോൾ അദ്ദേഹം മാറ്റി പറയുന്നു. അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഈ പാർട്ടിയിൽ നിന്ന് പോയവർക്ക്, പാർട്ടിയിൽ നിന്ന് പോയി UDF-നൊപ്പം ചേർന്നവർക്ക് ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായ സംഭവങ്ങളിൽ നിലപാട് എന്തെന്ന് പറയണം. അങ്ങനെ തിരുത്താൻ അവർക്ക്, അതിൽ തെറ്റ് തിരുത്തിയാൽ അല്ലെങ്കിൽ ആ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്ക് തിരുത്തി പറയാൻ അവസരമുണ്ട്. ആ ലോജിക്ക് മനസ്സിലായില്ല. ഇന്ന് ശ്രീ TK ഗോവിന്ദൻ MLA നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനായി എല്ലാം തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും ആ അപകട സ്ഥലത്തേക്ക് പോകേണ്ടി വന്നതിനാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനാവില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ അറിയിക്കുകയുമാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങൾ, ഒന്ന് ശ്രീ V കുഞ്ഞികൃഷ്ണന്റെ ബൈറ്റും അടുത്തത് ശ്രീ TK ഗോവിന്ദന്റെ ബൈറ്റുമാണ്. ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ശ്രീ V കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാമെന്നും വർഗവഞ്ചകർ തന്നെയെന്നുമുള്ള പാർട്ടി സെക്രട്ടറിയുടെ വർഗവഞ്ചകർ എന്ന പരാമർശത്തിനുമൊപ്പം MV ജയരാജന്റെ പരാമർശത്തിനുമുള്ള മറുപടി നമുക്കൊന്ന് കേൾക്കാം. എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞാലല്ലേ അത് തിരുത്താൻ സാധിക്കും. അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ വർഗവഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അതോരോ വ്യാഖ്യാനങ്ങൾ ഈ അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന ആളുകളുടെ നേരെ പ്രയോഗിക്കുന്നത് എല്ലാ കാലത്തും CPM-ന്റെ ഒരു സമീപനമാണ്. അതിന് കുറെ പദാവലിയും അവരുടെ നിഘണ്ടുവിലുണ്ട്. വർഗവഞ്ചകൻ, കോടാലിക്കൈ, ഒറ്റുകാരൻ തുടങ്ങിയ ഒട്ടേറെ പദാവലികൾ. ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എല്ലാ കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കും, നിലനിൽക്കും, പ്രവർത്തിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ വളരെ ബോധപൂർവം UDF-കാരനാക്കാനുള്ള ശ്രമമാണ് ദേശാഭിമാനി ഉൾപ്പെടെ CPM ഉൾപ്പെടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ വന്ന് കാണുന്നവരും പറയുന്നവരും ഒക്കെ തന്നെ മാഷ് ശരിയാണ്, അത് പാർട്ടിയിൽ നിലവിൽ ഇന്നുള്ള ആളുകൾ അവർ തന്നെ നിങ്ങളെടുത്ത നിലപാട് ശരിയാണ് എന്ന് പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയിലും അത് തന്നെ ചർച്ച ചെയ്യുന്നത്. ഞാൻ എടുത്ത നിലപാട് ശരിയാണ്, എൻ്റെ നിലപാടിനോടൊപ്പമാണ് CPM അടിമുടിയുള്ളത്. ജയരാജൻ പറയുന്നത് തെറ്റ് തിരുത്തി വന്നാൽ പറ്റുന്ന. അപ്പോൾ ആരാ തെറ്റ് തിരുത്തേണ്ടത്? എന്താണ് തെറ്റ്? ആർക്കാണ് തെറ്റ് സംഭവിച്ചത്? ആരാണ് തെറ്റ് ചെയ്തത്? ഇതാണ് ജയരാജൻ വ്യക്തമാക്കേണ്ടത്. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണ് പാർട്ടിക്ക് സംഭവിച്ചതെന്നാ. തളിപ്പറമ്പിൽ തെറ്റ് പറ്റി, പയ്യന്നൂരിൽ തെറ്റ് പറ്റി, അങ്ങനെ കേരളത്തിൽ ഉടനീളം തെറ്റ് പറ്റി എന്ന് പാർട്ടി സമ്മതിച്ചല്ലോ. അപ്പോൾ പിന്നെ പാർട്ടിയല്ലേ തെറ്റ് തിരുത്തേണ്ടത്? ഞാൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എൻ്റെ ശരിയുടെ പക്ഷത്താണ് ജനങ്ങളാകെ നിൽക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഈ തെറ്റ് ശരി എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമായ കാര്യമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ PM ശ്രീയിൽ ഉൾപ്പെടെ വളരെ കൃത്യമായൊരു നിലപാട് CPI എടുത്തിരുന്നു. പക്ഷേ CPM ആ നിലപാടല്ല CPM-നുണ്ടായിരുന്നത്. പിന്നീട് അവർ തിരുത്തിയെങ്കിലും. അപ്പോൾ മൊത്തം തെറ്റുതിരുത്തലിൻ്റെ കാലമാണ്. ചർച്ചയിൽ മുഴുവൻ തെറ്റുതിരുത്തലാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് ശേഷം ഉൾപ്പെടെ ചർച്ചയാവുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഈ തെറ്റുതിരുത്തൽ അല്ലെങ്കിൽ തിരിച്ചുവരവ് ഇതൊക്കെ ചർച്ചയാവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ CPI CPM തർക്കത്തിലെ പ്രതിപക്ഷ ഉപനേതൃ പദവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നത് പിണറായി വിജയനെങ്കിൽ ഈ വിഷയത്തിൽ അതിന് സമാനമായ രീതിയിൽ ഒരു കാർക്കശ്യ നിലപാടെടുക്കുന്നത് MV ഗോവിന്ദനാണ്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഒരു ആശയപരമായ വിരുദ്ധാഭിപ്രായമുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നൊക്കെ ഇങ്ങനെ വായുവിൽ വാർത്ത നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് അവർ വർഗവഞ്ചകർ തന്നെയാണ് എന്നതാണ്. MV ജയരാജൻ പിന്നീട് മാറ്റി പറഞ്ഞെങ്കിലും ഇവരോട് ഈ പാർട്ടി കാണിക്കുന്ന കാർക്കശ്യത്തിന് തെറ്റെന്തെന്ന് പറയാതെ വർഗവഞ്ചന എന്നൊരൊറ്റ ഉടുപ്പിട്ട് ഒറ്റ ബ്രാക്കറ്റിനകത്ത് കൊണ്ട് നിർത്തുന്നത് എത്രത്തോളം ശരിയായ നിലപാടാണ്? ശ്രീജ, കണ്ണൂർ കേന്ദ്രമാക്കി കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കാരണം കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകമാണ് കണ്ണൂർ ജില്ലാ പാർട്ടി. ആ ഘടകത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടപടലം പൊളിഞ്ഞുപോയി. ഓർക്കണം, ചിലർ കാര്യമൊന്നുമല്ല. ബഹുമാനപ്പെട്ട CPM
സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെ അങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞ് ഇതിനെ കുറ്റപ്പെടുത്തി ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നോ രണ്ടോ പേരല്ല, ഇത് സ്വന്തം നേർക്കും കൈ ചൂണ്ടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണമുണ്ട് ശ്രീജ, എനിക്ക് കണ്ണൂർ പാർട്ടിയിൽ അത്യാവശ്യം നല്ല പഴയ ബന്ധങ്ങളുണ്ട്. ആ പഴയ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശക്തമായ ബന്ധങ്ങളാണ്, സൗഹൃദങ്ങൾ. അവിടെ ഇങ്ങനെ ആൾക്കാരുടെ മനംമാറ്റവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു, അതിനുശേഷവും ഇപ്പോഴും അവിടെ ഞാൻ ഓരോ ആഴ്ച തോറും അവിടെ ഞാൻ പോകുമായിരുന്നു. ഒരു സമയമുണ്ടായിരുന്നു 90കളിലൊക്കെ. അത് കണ്ണൂരിലെ പാർട്ടിക്കാരെ കാണുക, കണ്ണൂരിലെ CPM കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. CPM മാത്രമല്ല കേട്ടോ, അവിടെ ഭയങ്കര കോൺഗ്രസ് രാഷ്ട്രീയമുണ്ട്. കത്തിമറിയുന്ന, കത്തിക്കുത്തിൽ വരെ കലാശിക്കുന്ന, കത്തിക്കുത്തെന്ന് പറഞ്ഞാൽ കൊന്നുകളയുക. ഞാനതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധമാണ്, അടിത്തറയിലുള്ള ബന്ധമുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് ഒറ്റ വാക്കിൽ പറഞ്ഞത് തീരെ ശരിയായില്ല. അവിടെ അദ്ദേഹത്തിനും അതിനകത്ത് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അത് പാർട്ടിയിൽ പതുക്കെ ചർച്ചയായി വരുന്നുണ്ട്. അത് ദേശീയ തലത്തിലും ചർച്ചയാവുന്നുണ്ട്, സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും ചർച്ചയാവുന്നുണ്ട് എന്ന കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട്. പക്ഷെ നടക്കുന്നുണ്ടെന്ന് നമ്മളെപ്പോലുള്ളവർക്കറിയാം. അത് പറഞ്ഞാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നേരത്തെ ശ്രീ അനിൽ ബോസ് സൂചിപ്പിച്ച ഒരു കാര്യം, അത് ഇതുമായി നേരിട്ട് ഞാൻ ചേർത്ത് വെക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ശ്രീ പിണറായി വിജയനെ പോലെ പരിണിത പ്രജ്ഞനായ, നിയമസഭയിൽ എത്രയോ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു മുതിർന്ന അംഗമായ KN ബാലഗോപാൽ എണീറ്റ് പറയുകയാണ്, LOP ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല, ഇവർ ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് സാധാരണ മട്ടിൽ ഒരു സൗമ്യമായ ഭാഷയിലുള്ള വിമർശനവുമായിരുന്നില്ല. എൻ്റെയൊക്കെ ഓർമ്മയിൽ നിയമസഭയിൽ ഇത്ര മുതിർന്ന നേതാവിന് നേരെ, അദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ജൂനിയറായ ഒരു അംഗം ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് അത്ഭുതത്തോടെയാണ് ആ സമയത്ത് സഭയിലുള്ളവരും അല്ലാതെ കണ്ട നമ്മളൊക്കെയും കണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ദുർബലമായ പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. പലപ്പോഴും അദ്ദേഹം ഒരു വാക്കൗട്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോയി ഒരു പ്രസംഗം നടത്താനോ, അല്ലെങ്കിൽ നമുക്കറിയാം അത് മീഡിയ റൂമിൽ വന്ന് കാണുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു കുറേ കാലത്തെ നമ്മുടെ പരിചയത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. അതൊന്നും ഈ സഭാ സമ്മേളനത്തിൽ കണ്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ എം വി ഗോവിന്ദനും പിണറായി വിജയനുമെതിരെയാണ് ഈ ആരോപണങ്ങളുടെ മുന മുഴുവൻ തെറ്റുതിരുത്തലിൽ വന്ന് നിൽക്കുന്നത്. അവിടെ ശക്തമായൊരു മറുചേരി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകളോടെ ഇവരാണ് ഈ തോൽവിക്ക് കാരണമായത്, ചോദ്യം കുറച്ച് നീണ്ടുപോകുന്നുണ്ട്, ഇവരാണ് ഈ തോൽവിക്ക് കാരണമായത് എന്നതിലേക്ക് എവിടെയൊക്കെയോ ഉരുണ്ടുകൂടുന്ന ഒരു കാർമേഘങ്ങളുണ്ട് എന്ന് അങ്ങയുടെ നിരീക്ഷണത്തിൽ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അത് KN ബാലഗോപാൽ വഴി പുറത്തു വരാനുള്ള സാധ്യതകൾ തീരെ ഇല്ല. പിന്നെ എന്താണ് KN ബാലഗോപാൽ അങ്ങനെ പറഞ്ഞത്? അതൊരു യാദൃച്ഛികമായി പെട്ടെന്നുണ്ടായ ഒരു റിമാർക്കാണ് എന്ന് അങ്ങ് കരുതുന്നോ? പെട്ടെന്നുണ്ടായതാവാം, അല്ലെങ്കിൽ ഏതായാലും ആലോചിച്ചുറപ്പിച്ച് അതുപോലെയുള്ള ഒരു വാചകം ആ സമയത്ത്, ആ മുഹൂർത്തം എന്നല്ല, ആ ഷാർപ്പ് പോയിന്റിൽ പറയാനുള്ള ഒരു ചാതുര്യം ബാലഗോപാലിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബാലഗോപാൽ അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ ഇപ്പോൾ അന്ന് നിയമസഭയിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഞാൻ ബാലഗോപാലിനെ കണ്ടത് അതവിടെ നിൽക്കട്ടെ. ഈ മലപ്പുറത്ത് നടന്ന EMS-ന്റെ ലോകം എന്ന് പറയുന്ന സെമിനാറിൽ ഈ തെറ്റുകളൊക്കെ, അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള തെറ്റുകളൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി MA ബേബി പറഞ്ഞ പ്രസ്താവന ആലോചിച്ചുറപ്പിക്കാതെ വെറുതെ പറഞ്ഞതാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് ഇങ്ങനെയായിരുന്നു, ഞാനുമായി ബന്ധമുള്ള ഒരു കാര്യം വരുമ്പോൾ അതിനൊരു വിമർശനത്തിന് സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിൽ വേണ്ട എന്ന് പറയേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് ദേശീയ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ആലോചിച്ചുറപ്പിക്കാതെ വെറുതെ വന്നതാണെന്ന് അങ്ങ് കരുതുന്നോ? MA ബേബി ഇതെല്ലാം ആലോചിക്കുന്ന ആളാണ്. പക്ഷെ ഇതൊന്നും പുറത്ത് പറയാറില്ല, സുഹൃത്തുക്കളോട് പോലും പറയാറില്ല. ഞാനും അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമുണ്ട്. പക്ഷേ എത്രയോ കാലമായിട്ട്, പണ്ട് ഗൗരിയമ്മയുടെ പ്രശ്നം വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഗൗരിയമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് വഴി എന്നിങ്ങനെ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഗൗരിയമ്മ പുറത്താകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഞാൻ എഴുതിയ ലേഖനങ്ങളും
ഇന്ത്യ ടുഡേയിൽ ഞാൻ എഴുതിയ ലേഖനങ്ങളും ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂകളും അഭിമുഖങ്ങളുമായിരുന്നു. അന്നൊരിക്കൽ ഗൗരിയമ്മ അവിടെ പ്രസംഗിക്കുകയാണ് ഇങ്ങനെ ദ്വീപുകളിൽ. ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫറും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മ പറയുക, ഇവനാണ് എന്നെ എഴുതി പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. ഞാൻ വിചാരിച്ചു ആൾക്കാരെല്ലാം കൂടെ എന്നെ തല്ലുമെന്ന്. പക്ഷേ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു കേട്ടോ. ഈ ദ്വീപ സമൂഹങ്ങളിലെ കുട്ടനാട്ടിലെ ആളുകൾ ഒത്തിരി കൂടി. പക്ഷേ ആരും ഒന്നും എന്നെ നോക്കി പോലും ഇല്ല, ഉപദ്രവിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, ഇവനാണ് എന്നെ ഞാൻ പുറത്താകാൻ കാരണം ഇവനെ എന്നെക്കുറിച്ച് എഴുതിയതെന്ന്. അല്ല അത് പോട്ടെ. അങ്ങനെ അതുകൊണ്ടാണ് അന്ന് ബേബി എന്നോട് പറയുമായിരുന്നത്. ഇന്നിപ്പോൾ അതുപോലും കിട്ടുന്നില്ല അദ്ദേഹത്തെ. അദ്ദേഹം കൂടുതലും ഡൽഹിയിലാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബേബി പുതിയ CPM സംവിധാനത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവാകും എന്ന് കരുതുന്നവർ CPMൻ്റെ കണ്ണൂർ ഘടകത്തിൽ കൂടുതലുണ്ട്. കണ്ണൂർ ഘടകത്തിൽ മാത്രമല്ല, കണ്ണൂർ ഘടകത്തിൽ ഇതുപോലെയുള്ള ഒരു റിയാക്ഷൻ ഇല്ലാതെ കേരളത്തിലെ CPM ഇങ്ങനെ പരാജയപ്പെടുത്തില്ല, ഇങ്ങനെ അടിമതറി പോവുകയല്ല. അപ്പോൾ അവിടെ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഏത് ലെവലിലാണെന്നൊന്നും നമ്മൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കാർ കണ്ടുപിടിക്കട്ടെ. പക്ഷേ അതിന് നേരെ കണ്ണടയ്ക്കുന്നത് ഒട്ടും ശരിയല്ല, രാഷ്ട്രീയമായിട്ട് തീരെ ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഒട്ടും രാഷ്ട്രീയമായി ശരിയല്ല. കാരണം അദ്ദേഹത്തിന് നേരെ യാഥാർത്ഥ്യങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. ഇതേക്കുറിച്ച് കണ്ണൂരിലെ CPM പാർട്ടികൾക്ക് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ശരി, ശ്രീ അനിൽ ബോസ്, ഇന്നിപ്പോൾ ഈ ചർച്ചയൊക്കെ വന്ന സമയത്ത്, ഈ വിഷയം കൂടി ഉയർന്ന സമയത്ത് MV ജയരാജൻ രണ്ടാമത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ, MV ഗോവിന്ദൻ്റെ ഉഗ്ര ശാസനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തെറ്റ് തിരുത്താൻ അവസരമുണ്ട്, പക്ഷെ ആ തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണും. അത് നിരവധി വിഷയങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട്, അത് ഓരോന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായ PM ശ്രീയിൽ വിമതരുടെ നിലപാടെന്ത്, ലൈഫ് മിഷൻ വീടിൻ്റെ കാര്യത്തിൽ അവിടെ ബോർഡ് വെക്കുന്ന കാര്യത്തിൽ നിലപാടെന്ത്, RSSകാരനെ നിയമിച്ചതിൽ അഭിപ്രായമെന്ത്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കർ വന്നതിൽ അഭിപ്രായമെന്ത്, പ്രസ് സെക്രട്ടറിയുടെ കാര്യത്തിൽ, ഓർഡിനറി ബസിൻ്റെ ഫ്രീ യാത്രയുടെ കാര്യത്തിൽ, വിഴിഞ്ഞത്ത് അദാനിയുടെ ഇടപാടിൽ വരെയുള്ള കാര്യത്തിൽ നിലപാടെന്ത്. ഇതിൽ നിങ്ങളുടെ സർക്കാരിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ അത് തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് നിങ്ങളോടൊപ്പം വന്നവരെ പോലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ, നിങ്ങളോടൊപ്പം വന്നവരെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ CPM ഒരു നിലപാടെടുക്കുന്നത്. അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? വലിയ കട്ടിയുള്ള കാര്യങ്ങൾക്ക് MV ജയരാജൻ ആലോചിച്ച്, അല്ലെങ്കിൽ MV ഗോവിന്ദൻ ആലോചിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയൻ ആലോചിച്ചു, MAB ആലോചിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ശ്രീജ, മിനിമം അവരുയർത്തിയ വിഷയങ്ങൾക്ക് മറുപടി പറ. ഒന്ന്, ധൻരാജ് എന്ന് പറയുന്ന പാർട്ടി സഖാവ് രക്തസാക്ഷിയായപ്പോൾ അതിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റിയ ആൾക്ക് സീറ്റ് കൊടുക്കരുതെന്ന് കുഞ്ഞകൃഷ്ണൻ പറഞ്ഞായിരുന്നു. മറുപടി ഉണ്ടോ MV ജയരാജന്? മറുപടി ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പിരിച്ച പണം, അതിൻ്റെ തിരിമറികൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന KK രാഗേഷിനെതിരെ ഉന്നയിച്ചിട്ടുള്ള വലിയ ഗൗരവമുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ മറുപടി ഉണ്ടോ MV ജയരാജൻ, MV ഗോവിന്ദന്, പിണറായി വിജയന് ഉണ്ടോ? എവിടെ? തളിപ്പറമ്പിലേക്ക് വന്നാൽ TK ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ തീരുമാനിച്ച പ്രാദേശികമായ പാർട്ടി ഘടകങ്ങളെല്ലാം ഒന്നാകെ പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കാതെ പാർട്ടി സെക്രട്ടറി സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ച് മറുപടി ഉണ്ടോ MV ജയരാജന്? ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളല്ല, നിങ്ങളുടെ പ്രദേശത്ത് ഇവർ പാർട്ടി വിടാൻ ഇടയാക്കിയ കാര്യങ്ങൾ, അത് കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തീരുമാനങ്ങൾ, അത് സംബന്ധിച്ച് നിങ്ങൾക്കെന്താ മറുപടി? CPMൻ്റെ മറുപടി എന്താ? കേൾക്കട്ടെ. പാർട്ടി വിടാൻ കാരണമായത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി തെറ്റ് തിരുത്തുന്നില്ല എന്ന ബോധ്യത്തിലാണ് ശ്രീ കുഞ്ഞകൃഷ്ണനും അതുപോലെ ഗോവിന്ദനുമൊക്കെ പടിയിറങ്ങിയത്. അവരാണ് ശരി എന്ന് തെളിയിച്ചുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ അവർ രണ്ടുപേരും ഒരിക്കലും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി UDF ജയിക്കാത്ത സീറ്റിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ആശയധാരയോട്, ഞങ്ങളുടെ പാർട്ടിയോടല്ല, മുന്നണിയോടല്ല, ഞങ്ങളുടെ ആശയധാരയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ വിജയിച്ചത് എങ്കിൽ ഞങ്ങൾക്കറിയാം അവിടുത്തെ വലിയ വിഭാഗം CPMകാർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. എന്ന് പറഞ്ഞാൽ CPM ലീഡർഷിപ്പ് തെറ്റാണെന്ന് അവിടുത്തെ CPMൻ്റെ പാർട്ടി മെമ്പർ അടക്കം ഉള്ള ആളുകൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് CPMന് മറുപടി ഉണ്ടോ? അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ നിലപാട്? അത് നിങ്ങൾ വ്യക്തമാക്കുക.
കേരളത്തോടില്ലെങ്കിലും മിനിമം കണ്ണൂർ ജില്ലയിലെ പാർട്ടി സഖാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഇവർ മറുപടി പറയട്ടെ. ഇവരെന്ത് തിരുത്തുമെന്നാണ് പറയുന്നത്? എൻ്റെ ശ്രീജ TK വർഗീസ് വൈദ്യൻ CPIയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിലൊരാണ്. ആലപ്പുഴയാണ്, കൽപ്പകവാടി, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ വർഗീസ് വൈദ്യൻ തന്നെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ പറയുന്നുണ്ട് CPM ഒരു കാലത്തും തിരുത്തത്തില്ല. വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പിന്നെ ഷാജഹാന് ഞാൻ അയച്ചു തരാം. വാട്സപ്പ് നമ്പർ കിട്ടിയാൽ അയച്ചു തരാം. ആ രേഖകൾ CPMുമായി ബന്ധപ്പെട്ട് CPIയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലേ? ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന്, വളരെ ലളിതമായ ചോദ്യത്തിന് ഉത്തരം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ യോജിച്ച് പോരാട്ടം നടത്തും. ഇപ്പോഴും ഞങ്ങളുടെ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ ഒരു പവർ കിട്ടണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല, ഞങ്ങൾ തമ്മിലൊരു തർക്കമില്ലെന്നല്ലേ പറയുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു CPIയുടെ പ്രതിനിധിയോട്, എന്താണ് നിങ്ങൾ CPI എന്നുള്ള നിലയിൽ CPMനെ തിരുത്തിച്ചിട്ടുള്ള ഒരു കാര്യം? അതല്ലെങ്കിൽ CPMൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, സ്റ്റേറ്റ് കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ CPMനെ തിരുത്തി, ഞങ്ങൾക്ക് തെറ്റുപറ്റി, തിരുത്തും, ആ തിരുത്തൽ രേഖയുടെ അടിസ്ഥാനത്തിൽ തിരുത്തിയിട്ടുള്ള ഒരു കാര്യം, CPIയുടേതായ ഒരു കാര്യം, CPMൻ്റേതായ ഒരു കാര്യം താങ്കൾ ചൂണ്ടിക്കാണിക്കുക. ഈ ചർച്ചയിൽ നമുക്ക് ഇന്നത്തെ അല്ല, 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരം മുതൽ ഇങ്ങോട്ടുള്ള ഈ കാലയളവ്, മുഴുവൻ കാലയളവും തരിക. ഒരു കാര്യം തിരുത്തിച്ചത് പറ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട്. നിങ്ങളൊരു ചുക്കും തിരുത്താൻ പോകുന്നില്ല, തിരുത്തിക്കാനും പോകുന്നില്ല, CPM തിരുത്തത്തുമില്ല. വെറുതെ ചുമ്മാ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പാർട്ടി കോൺഫറൻസ്, പ്ലീനം എന്നൊക്കെ പറയാമെന്നല്ല വല്ല കാര്യമുണ്ടോ? ഏറ്റവും ലേറ്റസ്റ്റായ ഒരു കാര്യം ഞാൻ ചോദിക്കുക. ഏറ്റവും ലേറ്റസ്റ്റായ ഒരു കാര്യം, ED കേസുമായി ബന്ധപ്പെട്ട് ചെയ്യാത്ത ജോലിയുടെ പേരിൽ കൂലി വാങ്ങി വീണ വിജയൻ്റെ വീട്ടിൽ, വീണ വിജയൻ്റെ വീടെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ, ആ വീണ വിജയൻ്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥന്മാർ റൈഡിന് വന്നു. എന്തിനാ CPM അഖിലേന്ത്യാ സെക്രട്ടറി അറസ്റ്റ് വരിച്ചത്? വീണ വിജയൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണോ, അതോ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണോ, പാർട്ടി മെമ്പറാണോ? ആണോ? അവർ പ്രതിയായ വിഷയത്തിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു, കയ്യേറ്റം ചെയ്തു, ഇല്ലേ? CPM അഖിലേന്ത്യാ സെക്രട്ടറി അറസ്റ്റ് വരിച്ചു. അതിൻ്റെ പേരിൽ ജാമ്യം കിട്ടാതെ 8 പാർട്ടി സഖാക്കൾ അകത്ത് കിടക്കുകയാണ്. എന്താ നിങ്ങളുടെ ഇന്നത്തെ നിലപാട്? തിരുത്തണ്ടേ? കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുന്ന മുഴുവൻ അംഗങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലം CPM വെച്ചവരാണ്. തർക്കമുണ്ടോ ശ്രീജയ്ക്ക്? അല്ലെ ജേക്കബ് ജോർജിന് തർക്കമുണ്ടോ? നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരീക്ഷാ ക്രമക്കേടുകളും അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും വിശ്വസ്തയോട് കണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ തകർത്തിരിക്കുകയാണ്. ക്രിമിനലുകളുടെ വിളനിലമായി ഈ PSC മാറിയിരിക്കുകയാണ്. എന്താണ് CPMൻ്റെ പ്രതികരണം? കേൾക്കട്ടെ കേരളത്തിലെ പൊതുസമൂഹം. ഇത്രയും ദിവസമായല്ലോ നിങ്ങൾ വെച്ച, നിങ്ങളുടെ പ്രതിനിധികൾ ഭരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിങ്ങളുടെ തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, വരുന്നൊരു തലമുറയോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, തിരുത്തട്ടെ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ നിങ്ങളുടെ നിലപാട്. വെറുതെ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി തിരുത്തൽ രേഖ എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ സമ്മേളനം കൂടി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും കേരളത്തിലെ ജനം എടുക്കത്തില്ല എന്ന്. കാരണം ഇതൊരു കൊള്ള സംഘമാണെന്നും ഇവർക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, പണ്ട് CPMൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, മുകളിൽ എന്ന് പറഞ്ഞാൽ ആരും പറയില്ല. ഇപ്പോൾ പേരിനൊരു ദിനേശൻ പുത്തലത്ത് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, CPMന് തെറ്റുപറ്റി. അല്ല, ആരാ പറഞ്ഞത് CPMന് തെറ്റുപറ്റിയെന്ന്? ഇവർ ചെയ്തിട്ടുള്ള ഏത് കാര്യത്തിലാണ് തെറ്റുപറ്റി? അവർ സ്പെസിഫൈ ചെയ്ത് പൊതുസമൂഹത്തോട് പറ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. 1 by 1 ആയിട്ട് പറയട്ടെ, അവർ പറയട്ടെന്നേ. ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് 100 കണക്കിന് കാര്യങ്ങൾ ഞാൻ എണ്ണി പറയാം. അതിലേതിലാണ് ഇവർ തിരുത്തിയിട്ടുള്ളത്? ഇവർ ഏത് കാര്യത്തിലാണ് ശ്രീജ തിരുത്തിയിട്ടുള്ളത്? ഇവർക്കൊന്നും തിരുത്താൻ പറ്റത്തില്ല. വെറുതെ പാർട്ടി അണികളെയും പൊതുസമൂഹത്തെയും കബളിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റി കൂടി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ. അതാണ് ഞാൻ ആദ്യ അവസരത്തിൽ ഞാൻ ചോദിച്ചത്. EP ജയരാജൻ സാമ്പത്തിക ഇടപാട് നടത്തി. ഇവർ എത്ര പ്രാവശ്യം BJPയുമായിട്ട്, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണല്ലോ, ഞാൻ ചോദിക്കുന്നു, 60-ൽ 77-ൽ 80-ൽ RSSുമായി സഖ്യമുണ്ടാക്കിയ പാർട്ടിയാ CPM. നിങ്ങൾ പറ, തിരുത്തിയിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിച്ചത് കൊണ്ടാണ് തോറ്റുപോയെന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുന്നു. അതൊരു കാരണമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വെള്ളാപ്പള്ളിക്ക് മുമ്പ് മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും ആക്ഷേപിച്ചുകൊണ്ട് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയ ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അല്ലേ? തിരുത്തി പറയുമോ? തിരുത്തി പറഞ്ഞോ? ചുമ്മാ നമ്മൾ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകളിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീജ.
CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറ നഷ്ടപ്പെട്ടു. സാമ്പത്തിക താല്പര്യക്കാരുടെ കള്ളക്കച്ചവടക്കാരുടെ ഒരു കൂടാരമായി CPM മാറി. ആ PM ശ്രീയിൽ ഈ പുറത്തു വന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന G. സുധാകരൻ, V. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ ഇവരുടെ നിലപാടെന്ത്? V. കുഞ്ഞികൃഷ്ണന്റെ മറുപടിയിൽ ഒരു ഭാഗം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നെ UDF-കാരനാക്കാൻ ശ്രമിക്കുന്നു. അതായത് നിങ്ങളുടെ ആശയധാരയോട് ചേർത്ത് നിർത്തി നിങ്ങൾ കൂടെ നിർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അവർ മാനസികമായി ഇപ്പോഴും അവർ ഇടതുപക്ഷക്കാരാണ്. അവർക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യം നിങ്ങളും ചെയ്യുന്നുണ്ട്. ശ്രീജ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ പഴയ ചർച്ചകൾ എടുത്ത് നോക്കിയാൽ അറിയാം. തെരഞ്ഞെടുപ്പിന് ശേഷത്തെ ഇന്നത്തെ സാഹചര്യമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞു G. സുധാകരൻ ഒരിക്കലും കോൺഗ്രസ് ആവില്ല. G. സുധാകരനോ കുഞ്ഞികൃഷ്ണനോ TK ഗോവിന്ദനോ ഒരിക്കലും കോൺഗ്രസ് ആകണമെന്നോ UDF ആകണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺ എന്നുള്ള നിലയിൽ പറയുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു. അവർ ഞങ്ങളുടെ പാർട്ടിയിലേക്കല്ല വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ബാധ്യസ്ഥരാവുന്നു. ഇന്ന് അതാണ് ഉണ്ടായത്. ആ ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ഇത് തള്ളിപ്പറയാൻ തയ്യാറാകുമോ? നിങ്ങളുടെ ചെയ്തികൾക്ക് ഉത്തരം പറയാൻ ഈ 3 പേർ ബാധ്യസ്ഥരാവുന്നുണ്ട്. ഒരു സെക്കൻഡ് നിങ്ങൾ കേൾക്കൂ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് അവർ ഒരിക്കലും കോൺഗ്രസിലേക്ക് വന്നിട്ടില്ല, അവർ UDF-ലേക്ക് വന്നിട്ടില്ല. വരണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങളോ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിനെതിരെ, മുന്നണിക്കെതിരെ, CPM-നെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് യോജിപ്പുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അവരുടേതായ കണ്ടെത്തലുകളിൽ അവർ കണ്ടെത്തിയ കൊള്ളയും ക്രമക്കേടും കൊലപാതകങ്ങളും ഫണ്ട് തട്ടിപ്പും അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ലഹരി മാഫിയയ്ക്ക് കുടപിടിക്കുന്ന CPM-ന്റെ സമീപനമുണ്ട്. അത്തരം സമീപനങ്ങളിൽ മനം നൊന്ത് അവർ പ്രതികരിച്ചപ്പോൾ ഞങ്ങളുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അവർ വേദിയൊരുക്കി, ഞങ്ങൾ അവരോടൊപ്പം നിന്നു, ഞങ്ങൾ അവരെ സഹായിച്ചു. ഞങ്ങൾ ഉയർത്തിയ ആശയധാര അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല കോൺഗ്രസിന്റെ ഗാന്ധിസത്തോട് ചേർന്നോ, അല്ലെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്നോ അല്ല പറഞ്ഞത്. ഞങ്ങൾ ഉയർത്തിയ ജനകീയ പ്രശ്നങ്ങളോട് അവർ ചേർന്ന് നിന്നപ്പോൾ ഞങ്ങൾ പരസ്പരം കൈകൊടുത്തു. ഇപ്പോൾ PMC-യുമായി ബന്ധപ്പെട്ട് അവർക്ക് ആശയക്കുഴപ്പമുണ്ടോ? ഞങ്ങൾ കേൾക്കും. മദ്യനയം വന്നിട്ടില്ല, വരാത്തൊരു കാര്യത്തിൽ അവർ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് അഭിപ്രായം പറയുക? മദ്യനയം ഈ സർക്കാർ അവതരിപ്പിച്ചിട്ടില്ല. PMC-യുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒപ്പിട്ടു, അവരൊരു ഉപസമിതിയെ വെച്ചു, ഞങ്ങളുടെ ഗവൺമെൻറ് വന്നു, ആ ഉപസമിതി, പുതിയ ഉപസമിതിയെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേറെന്താ തെറ്റ്? ഇവർ 8 മാസം മുമ്പ് രൂപീകരിച്ച ഉപസമിതിയുടെ ഒരു കമ്മിറ്റി പോലും കൂടിയിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആ തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യാമെന്ന് അറിയണമെങ്കിൽ പ്രവർത്തിക്കാത്തൊരു ഉപസമിതിയെ മാറ്റി പുതിയ ഉപസമിതിയെ വെച്ചു. ഞങ്ങളല്ലാതെ പോളിസിയിൽ പുതിയതായിട്ട് ഒപ്പിട്ടിട്ടില്ല. ഞങ്ങൾ മദ്യനയം കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാത്ത കാര്യത്തിന് എന്തിനാണ് G. സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും മറുപടി പറയുന്നത്? അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി. ശ്രീ ഷാജാൻ, CPI പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടായിരുന്നില്ല. CPI പറഞ്ഞതൊക്കെയാണല്ലോ ശരിയായി വന്നത് എന്ന CPIയുടെ അവകാശവാദത്തെയാണ് നേരത്തെ 2 തവണയായി അനിൽ ബോസ് ചോദ്യം ചെയ്തത്. നിങ്ങൾ പറഞ്ഞ് CPM-നെ, മുന്നണിയിലെ വലിയേട്ടനായ CPM-നെ നിങ്ങൾ തിരുത്തിച്ച എന്ത് കാര്യമുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിനുകൂടി ഉത്തരം പറഞ്ഞ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. CPI ഇടതുപക്ഷത്തിനകത്ത് തിരുത്തൽ ശക്തിയായി നിന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിനകത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പറയേണ്ട വിഷയങ്ങളിൽ ഒരുപാട് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. PP സുനീർ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ അത് മുന്നണിക്കകത്ത് പറഞ്ഞ പല കാര്യങ്ങളും. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് പറയേണ്ടതായിട്ട് വന്നിട്ടുള്ള വിഷയമാണ്. അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ CPIയുടെ ആയിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അത് ഇവിടെ അനിൽ ബോസിന് ചിലപ്പോൾ അതൊന്നും കാണില്ലായിരിക്കാം. ഇവിടെ PMC വിഷയമായാലും അതിരപ്പള്ളി വിഷയമായാലും പെൻഷൻ പ്രായം വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായാലും പോലീസ് നയമായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇവിടെ വെച്ച് അത് പറയാൻ വേണ്ടി പോകുന്നില്ല. ഇടതുപക്ഷത്തിനകത്ത് തിരുത്തലുകൾ നടത്താറുണ്ട്. തിരുത്തലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് തുറന്നു പറയുന്നത്, പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽ അത്തരത്തിൽ ജനങ്ങളെ കേട്ട് തെറ്റുകളെ തിരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ UDF-നകത്ത് ഉള്ള തിരുത്തലുകൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ വള്ളംകളി വിഷയത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി എണിച്ചു എന്നൊന്ന് പറയുന്നു, ഇരുന്ന പിന്നെ വേറെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ കമൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ കേട്ടല്ലോ. PMC വിഷയത്തിൽ U-ടേൺ അടിച്ചു പോകുന്ന ഈ ഗവൺമെൻറ്റിനെ പുറത്ത് നിന്നിട്ട് ഇതിനെ പ്രതിപക്ഷത്തിൽ നിന്ന് എതിർത്ത മുസ്ലിം ലീഗ് ഇന്ന് RSS-നേക്കാൾ താല്പര്യം കാണിച്ചുകൊണ്ട് PMC നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് നടക്കുന്ന തിരുത്തലുകൾ അങ്ങനെയാണ്. നിങ്ങളൊന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിങ്ങൾ തിരുത്തേണ്ടത് VD സതീശനെയാണ്. രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയിക്കൊണ്ട് അദാനിയെക്കുറിച്ച്, അദാനി നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ച്, അദാനി നടത്തുന്ന സംഘപരിവാര ദാസ്യവേലയെക്കുറിച്ചെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദാനിയുമായിട്ട് ഇവിടെ രഹസ്യ കൂട്ടുപെട്ട് ഉണ്ടാക്കുന്ന VD സതീശൻ്റെ പ്രവൃത്തിയെ തിരുത്താൻ നിങ്ങളുടെ പാർട്ടി തയ്യാറാവുമോ?
ആ വേണുഗോപാലിൻ്റെ തിരുത്തലിന് വി.ഡി. സതീശൻ തയ്യാറാകുമോ? അതുപോലെ തന്നെ സുധീരൻ്റെ തിരുത്തലിന് വി.ഡി. സതീശൻ നിന്നുകൊടുക്കുമോ? അത്തരത്തിലുള്ള തിരുത്തലുകൾ ഒരിക്കലും നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് UDF എന്ന് പറയുന്ന സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ട് UDF-നകത്തുള്ള മറ്റു ഘടകകക്ഷികളെ എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് വി.ഡി. സതീശൻ്റെ നയമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ആ നയമെന്ന് പറയുന്നത് UDF-ന്റെ നയമല്ല, കോൺഗ്രസിൻ്റെ നയമല്ല, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നയമല്ല. അത് നയമെന്ന് പറയുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റിന്റെ RSSന്റെ നയമാണ് നടപ്പിലാക്കുന്നത്. അത് KPCC ആസ്ഥാനത്ത് നിന്ന് രാഷ്ട്രീയ തീരുമാനങ്ങളല്ല. പദവി തരില്ല എന്ന് CPM പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അത് തരില്ല എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മറ്റു വഴികൾ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എടുക്കേണ്ട ഉചിതമായ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കും. അത് കോൺഗ്രസ്സുകാർ, ഈ കേരളത്തിൽ കോൺഗ്രസ്സുകാർ സ്വപ്നം കാണുന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധർ സ്വപ്നം കാണുന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾക്കനുസൃതമായി, പാർട്ടി കോൺഗ്രസിന്റെ നയങ്ങൾക്കനുസൃതമായി വർത്തമാനകാല ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതീക്ഷയുടെ വാതിലുകൾ പിണറായി വിജയൻ കൊട്ടിയടച്ചിട്ടും ഇപ്പോഴും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ തന്നെ തുടരുകയാണ് CPI. നിലപാട് കടുപ്പിക്കുമ്പോൾ പോലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ എന്താണ് ഇനി. ഒരു മുന്നണി യോഗം എപ്പോഴായിരിക്കും ചേരുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇടവേള സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ബുള്ളറ്റിൻ കാണാം.